ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീസുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അധ്യായം 12. താപസോത്തമൻ തന്നെ തൊഴുതു കുതൂഹലാൽ ഭൂപതിയായ മിഥിലാധിപൻ ചോദ്യം ചെയ്താൻ. വൈശാഖ കർമ്മമനുഷ്ഠിച്ചിടും ജനങ്ങൾക്കു കേശവൻ പ്രസാദിച്ചു ധർമാർത്ഥകാമാദികൾ. ആശ പൂണ്ടവയെല്ലാം കൊടുത്തു സുഖിപ്പിച്ചു. നാശമില്ലതാ മോക്ഷമൊടുക്കം നൽകുമെന്നും നിന്തിരുവടിയുടെ വചസാ ബോധിച്ചിതു. അന്ധത തീരായികയാൽ ഒന്നുണ്ടു ചോദിക്കുന്നു. അത്ര മാഹാത്മ്യമുള്ള യാതൊരു കർമ്മം ലോകേ സിദ്ധമല്ലാതെ വരുവാനെന്തു മൂലം മുനേ. കേൾക്ക നീയെങ്കിലതിൻ കാരണം ചൊല്ലിയിടുവാൻ. ഭോഷ്കല്ല 3 ഗുണജാതങ്ങൾ ധർമ്മമെല്ലാം. സത്വധർമ്മങ്ങളിതു ശോഭിപ്പാൻ പണിതുലോം. സത്യമിപ്പാരിലില്ല മന്യധർമ്മങ്ങൾ സിദ്ധം. ഐഹികങ്ങളാമർത്ഥപുത്രമിത്രാസ്ഥാനാദി മോഹത്താൽ തമോ ഗുണധർമ്മങ്ങൾ ചെയ്തു നിത്യം. അങ്ങനെയുള്ള ജനമേറുക കൊണ്ടു പാരിൽ തിങ്ങിന തമോ ഗുണധർമ്മങ്ങൾ വിഖ്യാതമായി. പിന്നെ രാജസധർമ്മം ധരിക്കും നൃപോത്തമ ചെന്നങ്ങു സ്വർഗലോകം പ്രാപിപ്പാനിച്ഛ പൂണ്ടു ഏറ്റവും പണിപ്പെട്ടു പലനാൾ ദുഃഖിച്ചിടും. അറ്റമില്ലാതെ ദ്രവ്യമഴിച്ചു യഥാവിധി. യാഗാദിയായ കർമ്മജാലവും ചെയ്തു നാഗഭോഗസിദ്ധിക്കു കൊതിച്ചിടുന്നു കിഞ്ചിൽ ജനം. ഇച്ചൊന്ന ഗുണം രണ്ടും ആശ്രിതമായിട്ടെത്രേ നിശ്ചയമന്യകർമ്മം ഗുപ്തമെന്നറിഞ്ഞാലും. ക്ഷുദ്രാശന്മാരായി ബഹുകർമ്മങ്ങൾ ചെയ്തു ജനം സത്വരം കാമ്യാനുപാസിക്കുന്നു തമോധർമാൽ. ഐഹിക പാരത്രിക ദാന സാത്വികധർമ്മം മോഹിതന്മാരാം മൂഢജനങ്ങളറിയുമോ? കുറ്റമല്ലതു മഹാമായ വൈഭവമല്ലോ. ചെറ്റു പിന്നെയും ഒരു കാരണമുണ്ടു ചൊല്ലാം. കീർത്തിമാനായ നൃപനിക്ഷ്വാകുകുലേ ബഹുകീർത്തിമാനായി ക്ഷിതിപാലനം ചെയ്യും കാലം. നൃഗനന്ദനവൻ സകല ഗുണാലയൻ മൃഗയാ വിവശനായി ഗഹനമകം പൊക്കു. നിഖില ദുഷ്ടസത്വസഞ്ചയം കൊല ചെയ്തു സുഖമേ നടക്കുമ്പോൾ അകമേ നിരൂപിച്ച ഗുരുവാം വസിഷ്ഠനെ കണ്ടുപോകേണമെന്നോർത്തരികൾ കുലകാലൻ നടക്കും ദശാന്തരേ. സരസമോരോ കൗതൂഹലങ്ങൾ മാർഗേ മാർഗേ നരപാലകൻ കണ്ടു ചെന്നിടും വിധൗ. മുനിമാർ തണ്ണീർ പന്തൽ നിർമ്മിച്ചിടുന്നു. ചിലരു അനുമോദേന ജലം ദാനം ചെയ്യുന്നു. ചിലർ ഛായാമണ്ഡപങ്ങളെ നിർമ്മിച്ചിടുന്നു. ചിലർ തോയശുദ്ധിയെ ചെയ്തിടുന്നിതു. ചിലരെല്ലാം വിശ്രാന്തന്മാരായുള്ള വിപ്രരെ കാണുന്നേരം സശ്രദ്ധന്മാരായി നിന്നു വീയുന്നു. ചില ദിക്കിൽ ഫലമൂലങ്ങളിക്ഷു സുഗന്ധാദികളിവ ഫലവും ഭക്തിയോടെ ദാനം ചെയ്യുന്നു. ചിലർ ഭൂപതിവരനിവ കണ്ടു സന്തോഷം പൂണ്ടു താപസകുമാരന്മാരോടേവം ചോദ്യം ചെയ്താൻ. നിങ്ങളാരെന്നും പുനരെന്തിതിൻ ഫലമെന്നും മംഗലശീലന്മാരെ ചൊല്ലുവാൻ പരമാർത്ഥം. നൃപകേൾ വസിഷ്ഠന്റെ ശിഷ്യന്മാരല്ലോ ഞങ്ങൾ. ഉപദേശിപ്പാൻ ഗുരുശാസനമുണ്ടായില്ല. കേൾക്കേണം ഭവാനെങ്കിൽ ചോദിക്ക ഗുരു തന്നോടാഖ്യാനം ചെയ്യുമെന്നാൽ അഖിലം ഗ്രഹിച്ചിടാം.
ഇത്തം താപസവരരുളി ചെയ്ത നേരം പൃഥ്വീപാലകൻ പുനരാശ്രമമകം പൊക്കു. വന്ദിച്ചു നിൽക്കുന്നോരു മന്നവൻ തന്നെ കണ്ടു. നന്ദിച്ചു മാർഗശ്രമമെല്ലാമേ തീർത്തിരുത്തി. സുഖമുൾക്കൊണ്ടു പിന്നെ തൊഴുതു ചോദ്യം ചെയ്തു. അഖിലാജ്ഞാനമൂർത്തെ ചൊല്ലേണമെന്നോടിപ്പോൾ നിന്തിരുവടിയുടെ ശിഷ്യകർ ചെയ്യും കർമ്മം എന്തതിൻ ഫലമെന്നും എന്തിതിൻ വിധിയെന്നും കേൾക്കേണമെന്നു നിർബന്ധം കേട്ട മുനി. കേൾക്ക വൈശാഖ മാഹാത്മ്യങ്ങളെല്ലാമെങ്കിൽ വിഷമചിത്തന്മാരായി സർവകർമ്മവും വിട്ട് വിഷയാസക്തന്മാരായുള്ളവരെന്നാകിലും വൈശാഖ സ്നാനം ചെയ്താൽ അവൻ്റെ പാപമെല്ലാം ആശുവേർപെട്ടു വിഷ്ണുഭക്തനായി വരുമവൻ. ഈ വ്രതം ഉപേക്ഷിച്ചു മറ്റുള്ള വ്രതാദിയും കേവലം ധ്യാനതപോദാനാദിഫലം ദൂരാൽ സ്നാനദാനാദികർമ്മം മാധവേ ചെയ്തിടാഞ്ഞാൽ ദീനനായവൻ പിറന്നിടും ചണ്ഡാലവംശേ. തത്കാലേ യഥാവിധി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഭക്തവത്സലം രമാവല്ലഭം ഭജിച്ചാകിൽ ജപധ്യാനത്തെ കൊണ്ടു മാധവൻ പ്രസാദിക്കും. സലീലദാനം തൃഷാർത്ഥന്മാർക്കെന്നതുപോലെ അല്പധർമ്മങ്ങളക്കാലത്തു ചെയ്യുന്നതാകിൽ കേൾപ്പേറും വനാന്തരെ വല്ലിക്കുമെന്ന പോലെ മാധവകർമ്മം കിഞ്ചിൽ ചെയ്താകിൽ വർദ്ധിച്ചിടും നാശമില്ലതിനെന്നു കേശവപ്രസാദത്താൽ. അതു കാരണം ഭവാൻ ആചരിക്കേണമതു അധുനാ ജനൈ സർവൈരാചരിപ്പിക്ക സഖേ. സദ്ദിഷ്ടധർമ്മമേകും ചെയ്യാതോരവൻ തന്നെ നിർദ്ദയം ദണ്ഡിപ്പിക്ക വേണം നീ നൃപോത്തമ. മന്ത്രസംയുതമുപദേശിച്ചു നൃപേന്ദ്രനെ ശാന്തനാം നൃപൻ കൂപ്പി സ്തുതിച്ചു പുറപ്പെട്ടു. തൽപുരം പോക്കു രാജാ തൻ പ്രജാസംഘത്തോടും കെൽപ്പേറും വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൽ അമ്പോടും വ്രതം തുടങ്ങിയിടിന ദിനത്തിൻ്റെ മുമ്പിലേ ദിനം പേരിയടപ്പിച്ചത്യുച്ഛമായി 9 വയസ്സായുള്ള ജനമെല്ലാവരും 80 താഴെയുള്ള വൃദ്ധരും മഹാവ്രതം ഇമ്പമോടനുഷ്ഠിച്ചിടായിലോ ദണ്ഡിപ്പിക്കും. മുമ്പിലെ തന്നെ വിചാരിച്ചു സേവിക്കനാഥ. രാജ്യത്തിൽ എല്ലായിടവും ഈ വണ്ണമറിയിച്ചു പൂജ്യനാം നൃപനേവം ചെയ്തു സേവിക്കും കാലം. പുത്രനാകിലും നിജവല്ലഭരെന്നാകിലും മിത്രരാകിലും ഗുരുഭൂതന്മാരെന്നാകിലും വൈശാഖധർമ്മം വെടിഞ്ഞിടുകിൽ ഹനിച്ചിടും സംശയമേതുമില്ല എന്നും കൽപ്പിച്ച ശേഷം ഓരോരോ ദേശങ്ങളിൽ ഓരോരോ വിദ്വാൻമാരെ പാരാതി നിയോഗിച്ചു തൻ മാഹാത്മ്യത്തെ ചൊൽവാൻ. തുരങ്കം 10 മരുവുന്ന നരനെ 5 ദേശേഷു ധർമ്മച്ഛേദനത്തിനായി ഭൂതലം തന്നിലെല്ലാം ഇങ്ങനെ നിയോഗിച്ചു. മാധവപ്രിയൻ മനുജാധിപൻ ഭക്തിയോടെ മുഖ്യമാം ദാനാദികൾ ചെയ്തു താൻ ചെയ്യിപ്പിച്ചും സൗഖ്യത്തെ വരുത്തിനാൻ എല്ലാവർക്കും ഒരുപോലെ. തത്കാലം മരിച്ചുള്ള മാനുഷരെല്ലാവരും ചൊൽക്കൊണ്ട വൈകുണ്ഠമാം ലോകം പ്രാപിക്കേയുള്ളൂ. എല്ലാവർക്കും ഭക്തിയില്ലെന്നാകിലും നൃപഭയാൽ നല്ല ധർമ്മങ്ങൾ ചെയ്തു വിഷ്ണു ലോകം പ്രാപിക്കും. നരകം തന്നിലിതു നരനില്ലാതെ വന്നു പെരികെ ഖേദത്തോടുമിരുന്നു ധർമ്മരാജൻ. മുഷ്കൃതമെഴുതുവാനില്ലാഞ്ഞു ചിത്രഗുപ്തൻ. ദുർഗർഭം നീങ്ങി പൂർവരേഖകൾ മാഞ്ഞിതെല്ലാം ശൂന്യമായി വന്നു സുരനരകാലയങ്ങളും. മാന്യമായുള്ള മാർഗം കാൺകയാലതു കാലം കാലലോകത്തിനുള്ള വഴിയുമാശു തീർന്നു. കാലവിസ്മയം ചൊൽവാനെളുതോ വിരിഞ്ചനും. നാരദ മുനിയെന്നാളേകഥാകൃതാന്തനെ ചാരത്തു ചെന്നു കണ്ടു പൂജിച്ചു ധർമ്മരാജൻ. വന്ദിച്ചു നിൽക്കുമവൻ തന്നോടു നാരദനും മന്ദഹാസവും ചെയ്തു മന്ദമായി അരുൾ ചെയ്തു. നരകവാസി ജനരോദനം കേൾപ്പാനില്ല. കാരണമെന്തു പുരാഘോരമായി കേൾക്കാമല്ലോ. സ്വസ്ഥനായി നിന്നിടുവതെന്തിടോ ചിത്രഗുപ്തൻ. ഭൃത്യരാം ഇവർക്കേതും വേല ഇക്കാലമില്ലേ. ദീനമാനുഷ മഹാരോദനം കേട്ടിടായികിൽ മാനസേ സുഖനിദ്ര ഭോജനങ്ങളിലുണ്ടോ. നാരദവാക്യം കേട്ടു ദൈന്യത്തോടേവം ചൊന്നാൻ. പാരതിയിലൊരു നൃപനിക്കാലം ജാതനായാൽ ഭൂമിപാലകൻ വിഷ്ണുപാലകനാകുന്നുപോൽ. ഭൂമോ വൈശാഖധർമ്മം ആചരിച്ചിടുന്നുപോൽ. സ്വപുരവാസികളും ഈ വണ്ണം തന്നെ വ്രതം നൃപശാസനം കൊണ്ടു മാധവം സേവിക്കുന്നു. സുബ്രതധർമ്മങ്ങളും അക്കാലമനുഷ്ഠിച്ചു മാധവലോകം പ്രാപിച്ചിടുന്നു ജനമെല്ലാം. സ്വർഗലോകവും മമലോകവും വൃഥാവിപ്പോൾ
മാർഗവും ജംഗമവ്യാപ്തമായി മഹാമുനെ. കഷ്ടമിക്കാലം നൃപൻ വൈശാഖധർമ്മം കൊണ്ടു കാഷ്ടമെന്നതു പോലെയാക്കിനാൻ നൃപാത്മജൻ. ധർമ്മരാജോക്തി പുനരീവണ്ണം കേട്ട നേരം നിർമ്മലനായ മുനിമന്ദഹാസേന ചൊന്നാൻ. സ്വസ്ഥനായി തന്നെ വൃഥാ കാലക്ഷേപണം ചെയ്തു ബുദ്ധിവിക്രമന്മാർക്കു യോഗ്യമല്ലേതുമെടോ. സ്വസ്ഥനല്ലഹമെങ്കിൽ കണ്ടാലും മഹാമതേ, മർത്യനാമിവൻ തന്നെ പക്ഷേ കൊല്ലുവൻ യുദ്ധേ. സ്വാമി കൽപ്പിതം ചെയ്യുവാൻ ശക്തിയില്ലെന്നു വന്നാൽ മാമുനെ വിത്തേനിഹ ജീവിതം ദോഷഫലം. വന്നതെന്നിലുമിനി ചെറ്റുപോർ ചെയ്യുന്നേൻ ഞാൻ, ഇല്ല സംശയമേതുമെന്നുറച്ചെഴുന്നേറ്റു. യാത്രയും ചൊല്ലി മുനി പോയി മറഞ്ഞനന്തരം ഓർത്തു കൽപ്പിച്ചുറച്ചു തരസാചിത്തം തന്നിൽ. അന്ധത തീർന്നു പുനരന്തകൻ വിരവോടെ മന്ത്രി പുങ്കവന്മാരെ വിളിച്ചു ചൊല്ലിയിടിനാൻ. കീർത്തിമാനായ നൃപൻ തന്നോടു യുദ്ധത്തിനു ധാത്രീമണ്ഡലം നോക്കി നടക്കന നാമെല്ലാരും. നാനാസേനകളോടും ഭേരിയും അടുപ്പിച്ചു ഭാനുനന്ദനൻ പോരുന്നടുത്തു വിരവോടെ. 50 കോടി സംഖ്യസേനയോടൊരുമിച്ചു അമ്പെഴുമയോധ്യ പൊക്കിയിടിനാൻ ധർമ്മരാജൻ. കീർത്തിമാനുടെ രാജധാനിയെ ചെറ്റു വളഞ്ഞാർത്തി തേടിയിടും ശംഖുമെടുത്തു വിളിച്ചപ്പോൾ നടുങ്ങി ജനമെല്ലാം പ്രാസാദാദികളെല്ലാം ഇടഞ്ഞു പിളർന്നുടൻ വീണിതു ഭൂമി തന്നിൽ. കലങ്ങി സമുദ്രങ്ങൾ കുലുങ്ങി ശൈലങ്ങളും വിലങ്ങിടുവാൻ പണി പതംഗ നികരവും. ശംഖനാദത്തെ കേട്ടു ഭൂപതി നോക്കുന്നേരം കുങ്കൃതി പൂണ്ട ബലം ചൂഴവേ കാണായി വന്നു. ആരിവരെന്നു നിനച്ചമ്പോട് നോക്കുന്നേരം ഘോരമാഹിഷാരൂഢനായ പൂരുഷം കണ്ടു. തന്മനം കൊണ്ടന്നേരം ചിന്തിച്ചു ധരാധിപൻ ധർമ്മരാജൻ താനിവനെന്നതു നിർണയിച്ചു. നമ്മുടെ ജനമിതിൻ പുറത്തു മിക്കവാറും ധർമ്മദൂതരെ കണ്ടാൽ മാനുഷര അബലന്മാർ. തരണീകുലേ മുന്നം ജനിച്ചു നൃപതികൾ പരനെ കണ്ടാൽ ഭയപ്പെടുമാറില്ല നൂനം. തരണിസുതനിവനോടു ഞാൻ എന്തു ചെയ്വോ? കരുണാകര വിഷ്ണു ശരണം മറ്റില്ലാരും. സ്മരിച്ചു ഭഗവാനെ ക്ഷണത്തിൽ നിജയവച്ചും ധരിച്ചു ബാണങ്ങളും ധരിച്ചു യുദ്ധത്തിനായി. നടിച്ചു നൃപസേന മടിച്ചുകൊണ്ടു നിലവിളിച്ചു കാലൻ പടവിളിച്ചു ശത്രുക്കളെ. കളിച്ചു യുദ്ധം ചെയ്തു മരിച്ചും ചില ജനമൊഴിച്ചു നിന്നു. ചിലർ കുതിച്ചു ചെന്നും ചിലർ പിടിച്ച വില്ലുമമ്പും പറിച്ചു വേഗത്തോടെ മുറിച്ചങ്ങെറിഞ്ഞിട്ടങ്ങടിച്ചു ഗത കൊണ്ടു. പൊടിച്ചു ഭൂമി തന്നിൽ പതിച്ചും ചിലർ കൈകൾ പിടിച്ചു ഞെരിക്കുന്നു മരിച്ചു ബലം ചാപം. കുലച്ച ബാണങ്ങളെ പൊഴിച്ചു വൈരിമാറിൽ തറച്ചു ഭയം പൂണ്ടു വിറച്ചു ചിലരപ്പോൾ. ജ്വലിച്ചു കോപത്തോടങ്ങയച്ചു ശസ്ത്രങ്ങളാൽ പൊളിച്ചു മാറിലേറ്റം തിളച്ചു വരും ചോര. കുടിച്ചു മതിച്ചാർത്തു ചിരിച്ചിടുന്നു ചിലർ. യമസേനയും നരസേനയുമേവം തത്ര സമരായി നിന്നു കിഞ്ചിൽ സമരം ചെയ്തവാറേ. മൃത്യുമുമ്പായി മഹാശക്തന്മാരണഞ്ഞപ്പോൾ മർത്യസേനയുമോടി പാർത്ഥിവ പാർശ്വത്തോളം ഓടും തന്നെ സേനാഭൂപതി വീരൻ കണ്ടു. പാടവമേറിയും ബാണഗണങ്ങൾ തൂകിയിടിനാൻ. യമകിങ്കരാധിപൻ വന്നെതിരേറ്റു തോറ്റു. ശമന പാർശ്വത്തോളം ഓടിനാനതു നേരം അമിത ബാലനാകും രോഗനും യുദ്ധം ചെയ്തു. വിമലനായ നൃപശസ്ത്രങ്ങൾ വരും നേരം തടുത്തുകൂടാ എന്നു നിനച്ചു മന്ദം മന്ദം. പടുത്വം വെച്ചു വാങ്ങി നിൽക്കുമ്പോൾ മൃത്യുദാനം അരിങ്കലുടെ കുലമറുതി വരുവാനായി. പെരിക ദിവ്യാസ്ത്രങ്ങൾ പൊഴിച്ചോരനന്തരം കരുത്താൽ വരും ശസ്ത്രമറുത്തു ധരാപതി. തിളച്ചു മൃത്യു തൻ്റെ കരങ്ങൾ തളർന്നപ്പോൾ മഹിഷാസുരൻ പണ്ടു മായയോടെന്ന പോലെ മഹിഷമേറി വന്നു മതമോടർക്കാത്മജൻ. ശംഖനാദങ്ങൾ കൊണ്ടു സിംഹനാദങ്ങൾ കൊണ്ടും സംഖ്യയില്ലാതയ യമകിങ്കരൻ നാദം കൊണ്ടും സങ്കടം 3 ലോകത്തിങ്കലും വർദ്ധിച്ചിതു. ശങ്കരാഹര എന്നു പുകഴ്ത്തും ദശാന്തരേ. കീർത്തിമാനോടു സമവർത്തി വന്നേ തൃത്തേറ്റം കൂർത്തുമൂർത്തുള്ള ബാണം പേർത്തെയ്തിയിടിനാൻ. ദിവ്യനാം നൃപൻ സമം പൊരുതുന്നതു കണ്ടു ദിവ്യബാണങ്ങൾ തൂകിത്തുടങ്ങി ധർമ്മരാജൻ.
മരുതാസ്ത്രത്തെ പ്രയോഗിച്ചതു ധർമ്മരാജൻ. ധീരനാം നൃപൻ ശൈലാസ്ത്രം കൊണ്ടു നിഷേധിച്ചു. ഉരകാസ്ത്രത്തെ അയച്ചിടിനാൻ പിതൃപതി. ഗരുഡാസ്ത്രേണ തടുത്തിടിനാൻ നരാധിപൻ. പാലകാസ്ത്രത്തെ പ്രയോഗിച്ചതു യമനപ്പോൾ. ഭൂവരൻ വരുണാസ്ത്രം തന്നാലെ നിഷേധിച്ചു. അന്ധകാരമാമസ്ത്രം അന്തകനയച്ചപ്പോൾ. ചിന്തിച്ചു നൃപനരുണാസ്ത്രേണ മാറ്റിയിടിനാൻ. വരുന്ന ദിവ്യാസ്ത്രങ്ങൾ തടുത്തേറ്റം. വരുന്ന കോപം സഹിയാഞ്ഞതിൻ മധ്യേ നൃപൻ. പടുത്വമോടും തിരഞ്ഞെടുത്ത വാണം ഞാണിൽ. തൊടുത്തു വേഗം ചെവി കഴിച്ചു ലക്ഷ്യം കണ്ടു. വലിച്ചു നിറച്ചതിൽ അയച്ച ശരം ചെന്നു. തറച്ചു ദണ്ഡപാണി തന്നെ കൂർച്ചത്തിങ്കൽ. വിറച്ചു ദണ്ഡപാണി തിളച്ചു വരും ചോര. ഇഴിച്ചേനതുമൂലം ഇഴിച്ചുകൂടാഞ്ഞവൻ. വടിച്ചു വീട്ടിപ്പാരം നടിച്ചു നിജദണ്ഡമെടുത്തു തിരിഞ്ചാസ്ത്രം അഭിമന്ത്രിച്ചു ഭക്ത്യാം. അയച്ചു കാലദണ്ഡം ജ്വലിച്ചു ചെല്ലുന്നേരം ദഹിച്ചു നൃപനെന്നു നിനച്ചു കാണും ജനം. ഹാഹാ ദൈവമേ കഷ്ടം കഷ്ടമെന്നോതും വിധൗ. സാഹസം വെടിഞ്ഞവനീദൃശം നിരൂപിച്ചു. പ്രത്യസ്ത്രമില്ല കാലദണ്ഡത്തിനെന്നു കണ്ടു. സ്വസ്ഥനായി നിന്നിടിനാൻ ഭഗവത് ഭക്തി പൂണ്ടു. ഭക്തനാം നൃപനുടെ സങ്കടം കണ്ട നേരം ഭക്തവത്സലൻ നിജചക്രത്തെ നിയോഗിച്ചു. കാലദണ്ഡത്തെ തടുത്തേറ്റവും കോപത്തോടെ കാലനെ കൂടെ ദഹിച്ചിടുവാൻ സഹസ്രാരം. മുതിർന്നു ചെല്ലുന്നേരം കണ്ട നേരത്തു നൃപൻ പുകഴ്ന്നു ഭക്തിയോടുമഴിഞ്ഞ ചിത്തത്തോടും. സഹസ്രഭാനുകോടി സഹസ്രനിഭുജയ സഹസ്രരായ നമോ കാരുണ്യമൂർത്തേ ജയ. അഹിതകുലവന ദഹന ജയ ജയ. അഹിനാശനനാഥ ഭുജ സംസ്ഥിത ജയ. പരിപാലയ ധർമ്മം പാലയ ധർമ്മ പരപുരുഷപ്രിയ ജയ. പരമജയ ജയ. ധർമ്മരാജനെ ദഹിപ്പിക്കൊല്ല കഷ്ടം കഷ്ടം. നിർമ്മലമൂർത്തേ തസ്മൈ നമസ്തേ നമോ നമ. കീർത്തിമാനിത്തം സ്തുതി ചെയ്തപ്പോൾ സുദർശനമൂർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു മരുവിനാൻ. അത്ര വൈഭവമുള്ള വൈശാഖമാഹാത്മ്യത്തിലുക്തമായതു മയാ 12ാധ്യായം സഖേ. കീർത്തിമാനിത്തം സ്തുതി ചെയ്തപ്പോൾ സുദർശനമൂർത്തി വൈകുണ്ഠലോകം പ്രാപിച്ചു മരുവിനാൻ. അത്ര വൈഭവമുള്ള വൈശാഖമാഹാത്മ്യത്തിലുക്തമായതു മയാ 12ാധ്യായം സഖേ. ഇതി വൈശാഖമാഹാത്മ്യേ 12ഓധ്യായ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.